പ്രതിഭാഗം വക്കീലാണ് ഇദ്ദേഹത്തിൻ്റെ എഫിഡവിറ്റ് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുന്നത്. ഹൈക്കോടതിയിൽ ഒരു ഹർജി റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എഫിഡവിറ്റ് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഭാഗം വക്കീലാവുമ്പോൾ പ്രതികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ. അത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ 14-ാം തീയതി ഇദ്ദേഹം അവിടെ ഹാജരായല്ലോ. ആ 14-ാം തീയതി ഹാജരായത് ആർക്ക് വേണ്ടിയാ? പ്രതിഭാഗത്തിന് വേണ്ടിയാണ്. ഇതാണ് ഡെപ്പോസിഷൻ ഓഫ് DW1 വിറ്റ്നസ് ഓഫ് ഡിഫൻസ്, പ്രതിഭാഗം സാക്ഷി. അങ്ങനെയാണ് KP യൂസഫ് ജനുവരി 14-ന് വിചാരണ കോടതിയിൽ ഹാജരായത്. അതാണല്ലോ വക്കീൽ തെളിയിച്ചത്. അത് കഴിഞ്ഞ 14-ാം തീയതി വിശ്വവക്കീലിന്റെ ക്രോസ് വിസ്താരത്തിൽ ഇതൊക്കെ തെളിഞ്ഞല്ലോ. എന്നിട്ട് കോടതി ചോദിക്കുകയല്ലേ ഇദ്ദേഹത്തോട്, എന്തിനാ യൂസഫെ ഈ കോടതിയുടെ സമയം പാഴാക്കുന്നത്? അത് പറഞ്ഞല്ലോ. അത് മുഴുവൻ കോടതിയുടെ മുമ്പാകെ എത്തി. അപ്പൊ കോടതിയിൽ തോറ്റപ്പോൾ പുറത്തു വന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിൽ. അതാണ് ഉണ്ടായത്. ജനുവരി 14-ന് ഇതെല്ലാം ഈ രേഖ കിട്ടിയതോടുകൂടി അദ്ദേഹം പ്രതിഭാഗത്തോടൊപ്പം ചേർന്ന് നടത്തുന്ന കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കം പുറത്തായപ്പോൾ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണ്, ഇത് CPM-കാരാണ് എൻ്റെ മകനെ കൊലപ്പെടുത്തിയത് എന്ന്. ഈ യൂസഫിൻ്റെ മൊഴികൾ കോടതിയിൽ നിന്ന് എടുക്കുന്ന ഒരു വാർത്താ ലേഖകനും ഇപ്പോൾ അദ്ദേഹം കൊടുക്കാൻ തോന്നൂല. അത് സത്യസന്ധമായി അന്വേഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, MV ജയരാജൻ മരിച്ചു എന്ന് മനോരമ ന്യൂസിൽ വന്നാൽ മനോരമ ന്യൂസ് കാണുന്നവർ ദയവായി എൻ്റെ ഫോണിലേക്ക് വിളിക്കുക. എൻ്റെ ഫോൺ നമ്പർ 9447083325. ഇത് മനോരമ തന്നെ കാണിക്കണം നാട്ടുകാരെ. അതാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം. ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ കട്ട് ചെയ്യരുത്. എന്നുകൊണ്ട് പച്ച നുണകൾ വിളമ്പുകയല്ലേ. ഫസൽ കേസിലെ സത്യമെന്താ? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ളവർ യഥാർത്ഥ പ്രതികളല്ല എന്നുള്ളതാണ് സത്യം. അത് കുപ്പി സുബീഷ് വെളിപ്പെടുത്തിയല്ലോ. അല്ല, കോടതിയിൽ അത് വരുമല്ലോ. നിങ്ങൾ നിസ്സാരമായിട്ടാണോ ആ തെളിവിനെ കാണുന്നത്? അത് കൃത്യമായി യഥാർത്ഥ പ്രതികൾ ഞങ്ങളാണിത് ചെയ്തത് എന്ന് പറയുന്ന മൊഴികളാണ്. അതും വെളിപ്പെടുത്തലാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുഖേനയുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ കോടതി സാക്ഷി തെളിവുകളായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമാണ്. കാരായി രാജന് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇക്കാലം അത്രയും ജയിലിലും നാടുവിട്ടും പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഞങ്ങൾ കയ്യിൽ ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ സലീമിന് അറിയുമായിരുന്ന കാര്യം ഫസൽ കേസിൽ ഇവരൊന്നും പ്രതികളല്ല എന്നുള്ളതാണ്. ആര്? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർ പ്രതികളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ സലീം ആ വിവരം യൂസഫിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസഫ് ആ സത്യമാണ് ജനങ്ങളോട് പറയേണ്ടത്. KM ഷാജിയുടെ അഭിപ്രായം ആര് മാനിക്കുന്നു? അത് CPIM വേട്ടയ്ക്ക് വേണ്ടി മെഗഫോണായി പ്രവർത്തിക്കുന്നവരാണ്. ഇനി അതിലൊന്നും ഒരു വസ്തുതയില്ലെന്ന് മാത്രമല്ല, കൊന്നിട്ട് റെയിൽവേ ട്രാക്ക് തള്ളുന്ന പാരമ്പര്യം കോൺഗ്രസിൻ്റെതാണ്. അത് നടാലിൽ നിന്നാണ് ആരംഭിച്ചത്. കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകന്മാരുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ പുഷ്പരാജിനെ വെട്ടി നുറുക്കി കൊല്ലാൻ നോക്കിയത് കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെയാണ് കോൺഗ്രസ്സുകാരെ വെട്ടിയത് എന്നാണ് തൃശ്ശൂരിലെ സംഭവം. വെട്ടി കൊലപ്പെടുത്തിയില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും? അതൊന്നും CPIM-ൻ്റെ പാരമ്പര്യമല്ല. CPIM അങ്ങനെ ചെയ്യുന്ന പാർട്ടിയുമല്ല. പരസ്പരം വെട്ടി കൊലപ്പെടുത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ 176 പേർ രക്തസാക്ഷികളായത് പണ്ട് ബ്രിട്ടീഷുകാർ മുതൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ വരെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും NDF-കാരും ഒപ്പം ബ്രിട്ടീഷ് പോലീസും കൊലപ്പെടുത്തിയവരാണ് എന്നത് സത്യമാണ്. ഈ നാടിനറിയുന്നതാണ്.